ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയനും ബഹുമാനീയനുമായ നമ്മുടെ ഇമാം അഭിമന്യ സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് ദാരിമി ഉസ്താദ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അനുഗ്രഹീതമായ ഈ സദസ്സിനെ സന്തോഷത്തോടെ ശ്ലാഘനീയമായി കാതോർക്കുന്ന സഹോദര സമുദായത്തിന്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ സ്നേഹ അഭിവാദ്യങ്ങൾ നേരുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥ എന്നത് നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധിയാവാതെ അനുഗ്രഹീതമായ ഈ സദസ്സിന്റെ ഈ ഒരുക്കങ്ങളിലും മറ്റുമൊക്കെ സഹകരിച്ചു, ഈ തയ്യാറെടുപ്പുകളിൽ പരിപൂർണമായും പിന്തുണച്ചും ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സർവശക്തൻ വമ്പിച്ച പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ലോകത്ത് മനുഷ്യ ജീവിതം കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാംസ്കാരിക ചിന്തയുടെ പൈതൃക സ്വഭാവം മനുഷ്യരിൽ ദിനേന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വിധം മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കാം. മതഭേദമന്യേ ഇത് എല്ലാവരിലെയും ഒരു ദുഃഖ സങ്കടമാണ്. പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാൻ കഴിയും. ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ ജീവനുണ്ടോ, ജീവന്റെ തുടിപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും വിധം മനുഷ്യൻ പുരോഗമിച്ചിട്ടുണ്ട്. ധാർമ്മിക ബോധമില്ല, മനസ്സാക്ഷിയില്ല എന്നത് അതിന്റെ സമാന്തരമായി നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ഉന്നതമായ ചിന്തകളിലും നാം ഏറെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനസ്സുകൊണ്ട് അറിയേണ്ട പല യാഥാർത്ഥ്യങ്ങളെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കാം. കുടുംബത്തിന്റെ അകത്ത് പോലും ആത്മാർത്ഥതയുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട പോലെ, ജീവിത വ്യവഹാരങ്ങളിലെ സത്യസന്ധത നഷ്ടപ്പെട്ട പോലെ കാനന സമാന ജീവികളായിക്കൊണ്ടിരിക്കാം മനുഷ്യൻ. ഒരർത്ഥത്തിൽ അതിന് പരിഷ്കാരം എന്ന് പറയായിരിക്കും, ഒരർത്ഥത്തിൽ പുതിയ തലമുറ അതിനാണ് സംസ്കാരം എന്ന് പറയാം. എന്നാലും ഇതിന്റെ ഒക്കെ അപ്പുറം യാഥാർത്ഥ്യങ്ങളുടെ ഒരു ഹരിതാപകാലം നമുക്ക് ഇനി എങ്ങനെ തിരിച്ചു വരും എന്ന ഒരു ചിന്ത ഉള്ളോടത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു നിത്യ വിസ്മയമായി നിലകൊള്ളുകയാണ്. ഏത് കാലഘട്ടത്തിലും, ഏത് നാട്ടിലും, ഏത് യുഗത്തിലും അനുകരിക്കാൻ, അനുധാവനം ചെയ്യാൻ, പിന്നാലെ കൂടാൻ മുന്നിൽ ഒരു നേതാവ് വേണമെന്ന് ലോകം ഏത് കാലഘട്ടത്തിൽ ആഗ്രഹിച്ചാലും മനുഷ്യ നന്മയുടെ, ഉന്നതിയുടെ എല്ലാ അളവുകോലുകൾ ആ സകലം എടുത്ത് പരിശോധിച്ച് അങ്ങനെ ഒരു നേതാവിനെ മുന്നിൽ സങ്കല്പിച്ചാൽ അവസാനം പറയും, ഈസ് ദർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹി? ഈ മഹാമനുഷ്യനേക്കാളും വലിയ ഒരു നേതാവ് ലോകത്ത് ഉണ്ടോ എന്ന് ചോദിക്കും. ലാമാർട്ടിൻ, ഗ്രീക്ക് തത്വചിന്തകനായ ലാമാർട്ടിന്റെ വാക്കുകൾ കടമെടുത്ത് പറയാം, നോ നോ മാൻ ഈസ് ഗ്രേറ്റർ ദാൻ ഹി. ആ നേതാവിനേക്കാളും മഹാനായ ഒരു നേതാവിനെ അനുകരിക്കപ്പെടാൻ, അനുസരിക്കപ്പെടാൻ മറ്റൊരു നേതൃത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല. എക്കാലത്തും ലോകത്തിന്റെ ഏറ്റവും മികച്ച എക്കാലത്തും ലോകത്തിന്റെ ഏറ്റവും മികച്ച നേതൃത്വമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയും മാതൃകയായിരുന്നു. അത് വൈയക്തിക, സാമൂഹിക, കുടുംബ പശ്ചാത്തലങ്ങളിൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലെ, അവന്റെ നീറുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും, അവൻ മതിമറന്ന് സന്തോഷിക്കുന്ന സന്ദർഭങ്ങളിലും ഒക്കെ അവന്റെ മുന്നിലെ ഒരു സ്കെയിൽ, ഒരു റോൾ മോഡൽ ആണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസ്ന എന്ന.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു മാതൃക ഉണ്ട് എന്ന്. ഏത് തലത്തിലും മുത്തുനബിയുടെ ജീവിതം എങ്ങനെയെന്ന് തേടൽ, ഒരു സുന്നത്തിന്റെ പിന്നാലെ പോകൽ. വെറുതെ ഒന്നുമല്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. ലോകാവസാനത്തോട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടത്തിലെ സമൂഹം അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും കുത്തഴിഞ്ഞു പോകുന്ന നേരത്ത് ആ സമയം എന്റെ പിന്നാലെ വന്നാൽ, എന്റെ ഇത്തിബാഇൽ വന്നാൽ, എന്റെ ചര്യയിൽ വന്നാൽ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി, ആ സമയം എന്റെ സമൂഹം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ധാർമ്മികമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സുന്നത്തിനെ ആര് മുറുകെ പിടിക്കുന്നുവോ അവന് കൊടുക്കപ്പെടുന്ന, റബ്ബ് കൊടുക്കുന്ന പ്രതിഫലം 100 രക്തസാക്ഷിയുടെ പ്രതിഫലത്തിന് തുല്യമായതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ സമുദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുശ്ശീലങ്ങളും ദുശ്ശാഠ്യങ്ങളും മാറ്റിവെച്ച് അവരെ നന്നാക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആ മഹാന്മാർ അന്ന് ചോദിച്ചു, ഇന്ന് കിട്ടുമോ നബിയെ ആ പ്രതിഫലം? ഇല്ല, അതിനുള്ള സമയം ഇപ്പോഴല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുളക്കി. അള്ളാഹിനെ കാണാനാണ് നമ്മളെ അമല് ചെയ്യുന്നത്. സ്വർഗത്തിൽ പോവാനാണോ? അല്ല, അമല് സ്വർഗത്തിനുള്ളതല്ല. ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരാളും അവൻ ചെയ്യുന്ന അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് പോവില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ മുന്നിൽ ഈ പ്രമേയം പറയുമ്പോ, അമല് കൊണ്ട് സ്വർഗം ഇല്ല എന്ന പ്രമേയം പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവിന് യാതൊരുവിധ സങ്കോചവുമില്ല. അവിടുന്ന് വിശാലമായി തന്നെ പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരാളും അവന്റെ അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകൂല. അമല് കൊണ്ട് സ്വർഗമല്ല. സ്വഹാബികൾ മടിച്ചു, എന്നാലും ചോദിക്കേണ്ടി വന്നു, വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണോ? അമല് കൊണ്ട് സ്വർഗം പ്രാപിക്കില്ല എന്നാണ് പറയുന്നത്. അതിന്റെ മറുപടി പറയാൻ, പ്രതികരിക്കാൻ നേരം ഒട്ടും വൈകാതെ പറഞ്ഞു, വലാ അന, ഞാനും അമല് കൊണ്ട് സ്വർഗത്തിലേക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വലാകിൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ൽ കൊണ്ടും അവന്റെ ഔദാര്യം കൊണ്ടും എന്നെ ആവരണം ചെയ്താലല്ലാതെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഞാൻ പോലും അവകാശപ്പെട്ടവനല്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാ നമ്മളെ അമല് ചെയ്യുന്നത്? അമല് ചെയ്യുന്നതിന്റെ ലക്ഷ്യം അള്ളാനെ കാണാനാണ്. അള്ളാനെ കാണാ എന്നത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അള്ളാനെ കാണണം എന്നത് സാധ്യമാകുന്ന സ്വർഗത്തിലാണ്. അതിന്റെ പേരിൽ സ്വർഗം കിട്ടലാണ്. അള്ളാനെ കാണാൻ വേണ്ടിയാണ് നമ്മളൊക്കെ അമല് ചെയ്യുന്നത്. അള്ളാഹു തരട്ടെ. ആ കാഴ്ച ഈ ഭൂമിയിൽ നമുക്ക് സാധ്യമല്ല. സൃഷ്ടികളിൽ ഒരാൾക്ക് മാത്രമേ അത് സാധ്യൂ. ആ സാധ്യമായ സൃഷ്ടിയെ പറയുന്ന പേര് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിക്ക് പോലും കിട്ടാത്ത അവിടെ നിന്നാൽ പ്രതീക്ഷിച്ചിരുന്നു. അള്ളാഹുവോട് ചോദിച്ചു, അള്ളാഹുവേ ഒന്ന് കാണിച്ചു തരുമോ? റബ്ബി അരിനി അൻദുർ ഇലൈക്, കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ മറുപടി ലൻ തറാനി, ഒരിക്കലും കാണാൻ പറ്റൂല എന്ന മൂസാ നബിയോട് പോലും. എന്നാൽ അത് കാണേണ്ട ഒരാളുണ്ട്. ആ ആള് ഞാനാകുമോ എന്ന ഒരു ചിന്തയും ആ ഒരു വിചാരവും ആ ഒരു കണക്കുകൂട്ടലും ആ മൂസാ നബിയെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത് അതൊരു സാധ്യതയുള്ള പോസിബിളായ കാര്യമായതുകൊണ്ടാണ് മഹാനായ മൂസാ നബി ചോദിച്ചതെന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നബവി വിവരിക്കുന്നതായി കാണാം. അഷ്റഫുൽ ഖൽഖിനെ കാണാൻ ആ അവസരം കിട്ടിയത് ബാക്കിയുള്ളവർക്കൊക്കെ കാണാൻ, സ്വർഗത്തിന്റെ അനുഗ്രഹീത അകത്തളങ്ങളിൽ കാണാൻ അവസരമുള്ള അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അല്ലാഹനെ കാണാൻ അമലു സ്വാലിഹാത്ത് വേണം. എന്നാൽ അല്ലാഹനെ കാണൽ സാധ്യം. അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നബിയെ അനുകരിക്കലാണെന്ന് ഖുർആൻ, മുത്തുനബിയുടെ പിന്നാലെ പോകലാണെന്ന് ഖുർആൻ. ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാലിൽ ആദ്യം ധരിക്കണം? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ അനുകരിക്കാനുണ്ട്. ഒരു മുസ്ലിമിനോട് ഇടപഴകുമ്പോൾ, ഒരു മുസ്ലിം അല്ലാത്തവനോട് ഇടപഴകുമ്പോൾ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും അണച്ചു പിടിക്കലുകൾ നബിദിന ഘോഷയാത്രയിലെ സഹോദര സമുദായത്തിലെ സഹോദരിയുടെ ചുടുചുംബനം കൊണ്ട് വീർപ്പുമുട്ടിയ മുസ്ലിം തറവാട്ടിലെ ഒരു പൊന്നുമോട്
നെറ്റിത്തടം മാതൃകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചലനത്തിൽ സന്തോഷിച്ചതിൽ മുസ്ലിം മാത്രമല്ല, അമുസ്ലിം മാത്രമല്ല, സർവ സൃഷ്ടി ചരാചരങ്ങളും നേരായ ബോധം അല്ലാഹു കൊടുത്തിട്ടുള്ള മനുഷ്യരും അതിൽ സന്തോഷിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലായിടത്തും നമുക്ക് മാതൃകയാണ്. നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, സംസാരിക്കുമ്പോൾ, മൗനത്തിൽ, ഉറക്കത്തിൽ, ഉണർച്ചയിൽ, ഊണിൽ, സർവസ്ഥലത്തും മുഹമ്മദ് നബി ഉണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മനോഹരമായ മാതൃകയുണ്ട്, മഹിതമായ ഒരു മാതൃകയുണ്ട്. ആ മാതൃക നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ആർക്കാ ആ മാതൃക അനുകരിക്കാനും അതിൽ ചേരാനും കഴിയാം? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്. അപ്പൊ അമലുസ് സാലിഹാത്ത് കൊണ്ട് അല്ലാഹനെ കാണാൻ കഴിയാ എന്ന് പറഞ്ഞുകൊടുത്ത് അമലുസ് സാലിഹാത്ത് സാധ്യമാകുന്നത് മുത്ത് നബിയിലൂടെയുള്ള മഹബത്തിലും അവിടത്തോടുള്ളതായ സ്നേഹപ്രകടനത്തിലും അവിടുത്തെ അനുധാവനം ചെയ്യുന്നിടത്തുമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മതം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് മാത്രമാണെന്ന് ധരിച്ചുകൊടുത്താണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലോചിതമായി ഇടപെടുന്നത്. ചിലർ ധരിച്ചത് ദീൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദിക്റും സ്വലാത്തും ആണെന്നാ. അങ്ങനെയാ വിചാരിച്ചത്, നമ്മളും അങ്ങനെയാ കരുതിയത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദിക്റും സ്വലാത്ത് മാത്രമല്ല, മതം എന്നത് കഠിനമായ ആരാധനയുടെ നാൽക്കെട്ടുകൾ അല്ല, മറിച്ച് ആസ്വാദനമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉദാഹരണം പറയാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, 3 സ്വഹാബികൾ ഹബീബിന്റെ വീട് അന്വേഷിച്ചു വന്നു. അവിടുത്തെ പത്നിമാരുടെ മുന്നിൽ ചെന്നു. എന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, അള്ളാഹുവിന്റെ ഹബീബ് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്തത്? അവരിങ്ങനെ ചോദിച്ചു. മഹ്ദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അതിനുള്ള മറുപടി കൊടുത്തു. ഫലമ്മാ ഉഖ്ബിറു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അവർക്ക് വിവരം കിട്ടിയപ്പോ കഅന്നഹും, അന്വേഷിച്ചു വന്ന ഈ സ്വഹാബികൾ വിചാരിച്ചത് തഖാല്ലുഹ, അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുന്നത് അപേക്ഷിച്ച് നമ്മൾ ചെയ്യുന്നത് വളരെ കുറവാണല്ലോ എന്ന് ചിന്തിച്ചു. എന്നിട്ട് അവർ പരസ്പരം പറയാൻ തുടങ്ങി, വഅൈന നഹ്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്നും നമുക്കുള്ള അകലം എത്രയാ? അവിടുന്ന് ആരാ? അവിടുന്ന് ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വലാ തഅഖറ. ഒരു മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപം വരാൻ അവനൊരു ആയുസ്സുണ്ട് എങ്കിൽ അതിൽ ചെയ്യേണ്ട പാപം, ഇത് പൊറുത്താൽ കിട്ടുന്ന പദവി എന്തോ, ആ പദവിയിലിരിക്കുന്ന പാപം ചെയ്യാത്ത നബിയോളം എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ആപേക്ഷികതയിൽ നിന്നുകൊണ്ട് അമലിനെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. ഞാൻ ഒരു തീരുമാനമെടുക്കാം. ഒരു സഹാബി പറഞ്ഞു, ഒന്നാമത്തെ ആള് പറഞ്ഞു, 3 പേരിൽ ആദ്യത്തെ ആള് പറഞ്ഞു, അമ്മാ അന ഫഇന്നി ഉസല്ലി അബദാ, ഞാൻ രാവ് മുഴുവൻ ഇനി മരണം വരെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും, നിസ്കരിച്ച് മരിക്കും ഞാൻ. എന്റെ തീരുമാനം അതാ. അപ്പൊ മറ്റൊരു സഹാബിയുടെ കാഴ്ചപ്പാട്, രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ നോമ്പ് പിടിക്കും, എന്നിട്ട് നോമ്പ് തുറക്കാതെ ആ പട്ടിണിയിൽ തന്നെ പിറ്റേ നോമ്പ് പിടിക്കും. അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നോമ്പോടുകൂടെ മരിക്കാം, അങ്ങനെ ഞാൻ തീരുമാനിക്കുന്നു എന്ന് രണ്ടാമത്തെ സഹാബി പ്രതിജ്ഞ എടുത്തു. മൂന്നാമത്തെ ആള് പറഞ്ഞു, കിടപ്പറയിൽ ഭാര്യയുമായി ഞാൻ അകന്നു ജീവിക്കും, എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം വേണ്ട, അനുരാഗലഹരി എനിക്ക് വേണ്ട, പ്രിയപ്പെട്ടവളെ ഞാൻ അകറ്റി നിർത്തും, അങ്ങനത്തെ ഒരു സന്തോഷം എനിക്ക് വേണ്ട, കുടുംബമില്ല, അങ്ങനെ ജീവിക്കും ഞാൻ. ഇങ്ങനെ മൂവരും പറഞ്ഞ അവരുടെ പ്രതിജ്ഞാവാക്കുകൾ പരിസരത്ത് നിറഞ്ഞു നിൽക്കുക. അവർ ആവേശം കൊണ്ട് പറയാം. അവർ മനസ്സിലാക്കിയ മതം അതായിരുന്നു കഠിനമായ ആരാധന. ആ 4 കെട്ടുകളെ തച്ചു തകർത്തുകൊണ്ട് കടന്നു വന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞവരോട് പറഞ്ഞു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ കേട്ടുകൊണ്ടാ സ്വഹാബത്തെ വരുന്നത്. അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, നിങ്ങൾക്കറിയുമോ, നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്നവൻ ഞാനാ. വഅത്ഖാകും ലഹു, നിങ്ങളെക്കാളും അല്ലാഹുവോട് ഏറ്റവും തഖ്വയുള്ളത് എനിക്കാ. എന്റെ അവസ്ഥ ഞാൻ പറയട്ടെ, നിങ്ങളെക്കാളും തഖ്വയുള്ള, നിങ്ങളെക്കാളും അല്ലാഹുവിനെ ഭയക്കുന്ന എന്റെ അവസ്ഥ ഞാൻ പറയട്ടെ. ലകിന്നി
ഞാൻ നോമ്പെടുക്കാറുണ്ട് സഹാബ, ഞാൻ നോമ്പ് തുറക്കാറുമുണ്ട് സഹാബ. ഞാൻ രാത്രിയിൽ നിസ്കരിക്കാറുണ്ട് സഹാബ, എന്നാൽ രാത്രിയിൽ ഞാൻ കിടന്നു ഉറങ്ങാറുണ്ട് സഹാബ. ഭാര്യമാരോടുകൂടെ കുശലം പറഞ്ഞ് അവരുടെ കൂടെ തമാശ പറയുന്നത് ഇബാദത്താണെന്ന പരിഗണനയിൽ തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കൂടെ ഞാൻ കൂടാറുണ്ട് സഹാബ, എന്നാൽ ഞാൻ ഇബാദത്തിൽ കുറവ് വരുത്താറില്ല സഹാബ. പഠിച്ചു വെച്ചോ, അമിത ആരാധനയോടുകൂടെ മതത്തെ മതത്തെ വികുലമായി ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും അവൻ എന്റെ ചര്യയിൽ നിന്ന് പിന്നോട്ട് പോയവനാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. സയ്യിദുനാ റസൂലുള്ളാഹി അർത്ഥമില്ലാത്ത സങ്കല്പങ്ങൾക്ക് മറുപടി പറഞ്ഞു. ചിലര് ധരിച്ചു വെച്ചിരുന്നത് ഒരു നബി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ പോവാൻ പാടില്ലാത്ത ആള് എന്നാ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ അടുത്തൊരാളെന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ഈ മീൻ മേടിക്കാൻ ഇവിടെ വന്നേക്കണേന്ന്. എവിടെ എവിടെ ഞാൻ അഴീക്കോട് മീൻ മേടിക്കാൻ ചെന്നപ്പോ ഉസ്താദ് തൊട്ടപ്പോ ഇവിടെ മീൻ മേടിക്കാൻ എന്ത് ചെയ്യാ, മീൻ കിട്ടാൻ സ്വർണ്ണക്കടയിൽ പോയി കിട്ടില്ലല്ലോ, അതാ മീൻ വിൽക്കണോട് തന്നെ. പലപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ വലിയ ചെറുശ്ശേരി ഉസ്താദൊക്കെ ഒരു മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങുന്നതിന്റെ ഫോട്ടോ വലിയ അത്ഭുതമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കണ്ടായിരുന്നു വാട്സാപ്പിൽ. നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ യാഥാർത്ഥ്യം അതായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു പരാതി മക്കയിൽ വ്യാപകമായി ഉണ്ട്. വേറെ ഒന്നുമല്ല, അങ്ങാടിയിൽ വരുന്നു, ഒരു നബി ആണെങ്കിൽ അങ്ങാടിയിൽ വരൂലെന്ന. അങ്ങനെയാണ് അർത്ഥമില്ലാത്ത ചില സങ്കല്പങ്ങൾ ചിലർ വെച്ചു പുലർത്തിയിരുന്നത്. ഖുർആൻ കൃത്യമായി മറുപടി പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അവർ പറയാണോ, മാലിഹാദർ റസൂൽ, ഈ റസൂലിന് എന്ത് പറ്റി? സാധാരണക്കാരൻ കഴിക്കുന്ന ഭക്ഷണമാണല്ലോ ഈ നബി കഴിക്കുന്നത്. മാത്രവുമല്ല, സാധാരണക്കാരൻ ഇടപഴകുന്ന അങ്ങാടിയിലും ഈ നബിയെ കാണുന്നുവല്ലോ. സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാധാരണ ജീവിതമായിരുന്നു ലോകത്തിന്റെ ചക്രവർത്തിയുടേതെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് കൃത്യമായ പാരമ്പര്യമുള്ള നബുവത്തിന്റെ ഏറ്റവും വലിയ തത്വമാണ്. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീൻ ഇല്ലാ ഇന്നഹും ലയഅകൂലൂന അത്ത്വാം വയംശൂന في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. ലോകത്ത് വന്നു പോയ 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ വിനയം കൊണ്ട് അവർ ഈ സ്വഭാവക്കാരായിരുന്നു. സാധാരണക്കാരന്റെ കൂടെ സാധാരണ തട്ടിലായിരുന്നുവെന്ന് ഖുർആൻ. സമ്പർക്കങ്ങളാ ഇവിടെ ഉള്ളത്, ജനങ്ങളുമായുള്ള ഇടപഴക്കമാ ഇവിടെ ഉള്ളത്. വലിയ ഖാദിയാണെന്ന് പറഞ്ഞ് കയറിയിരിക്കല്ല ചെയ്തത്, സാമൂഹികമായി ഇടപഴകേണ്ടോടത്ത് എല്ലാം ഇടപഴകാൻ, നുബുവത്തിന്റെ പ്രകാശം സർവ്വലോകരിലും സാധാരണക്കാരന്റെ സാധാരണ ഇടങ്ങളിലും എത്തിക്കാൻ. കേൾക്കണോ, മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊടുത്തു ഒരു ഉപദേശം. സഹോദര, എല്ലാവരോടും ഉള്ളു തുറന്നുള്ള സ്നേഹ പ്രകടനമാ മുത്തായ നബി പഠിപ്പിച്ചിട്ടുള്ളത്. സ്വഹാബിയോട് പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ചേർത്ത് പിടിച്ച സ്നേഹത്തിന്റെ വർത്തമാനം. യാ ബുനയ്യ, ഓ പൊന്നുമോനെ, പൊന്നുമോനെ, അങ്ങനെ വിളിക്കണമെങ്കിൽ എത്ര വലിയ സ്നേഹപ്രകടനമാ. ഇൻ ഖദറത അൻ തുസ്ബിഹ വ തുംസിയ ഫീ ലൈസ ഫീ ഖൽബിക ഗശ്ശൻ ലിഅഹദ്. ഒരാളോടും നിനക്ക് മനസ്സിൽ വിദ്വേഷം
വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, പോരില്ലാതെ നിന്റെ ഉള്ളു തുറന്ന് സ്നേഹപ്രകടനത്തിന് പ്രഭാത പ്രദോഷഭേദമന്യേ നിനക്ക് സാധ്യമെങ്കിൽ പൊന്നുമോനെ ഫഫഅൽ, അങ്ങനെ ചെയ്തോ. സുന്നത്തി, അതാണ് എന്റെ സ്വഭാവമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരോടും ഉള്ളു തുറന്നൊരു സ്നേഹം. ആരോട് എന്തോ ഒന്നോ രണ്ടോ പറഞ്ഞോ, അതവിടെ തീരണേ. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് വരല്ലേ. പറഞ്ഞത് പറഞ്ഞോടത്ത് തീരണേ. അതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം. ഈ പുണ്യ റബീഉ വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, തീരാത്ത വഴക്ക് പിണക്കങ്ങൾ തീർക്കേണ്ടത് അവിടെയല്ലേ. റബീഉ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, മുഖത്തിന്റെ കറുപ്പ് കൽബിന്റെ കറുപ്പാവല്ലേ. നിന്റെ മുഖത്ത് പ്രകാശം വരട്ടെ. ആ പ്രകാശം സ്നേഹത്തിന്റെ പ്രകാശമാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം അങ്ങനെയായിരുന്നു. അത് സ്നേഹത്തിന്റെ പ്രകാശമാണ്. ആരോടും പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, തെറി പറയുന്നവന്റെ നേരെ പോലും സ്നേഹത്തിന്റെ പുഞ്ചിരി കൊടുത്തിരുന്നു. സ്ഥിരമായി നടന്നു വരുന്ന വഴിയിൽ അഴുക്കുകൾ വലിച്ചെറിഞ്ഞിരുന്ന ജൂതബാലനെ കാണാതെ വന്നപ്പോ അവനെ തേടിപ്പോയി അവന്റെ കുടുംബത്തേക്ക്. ആ പൊന്നുമോന് രോഗമാണെന്നറിഞ്ഞപ്പോൾ നെറ്റിത്തടത്തിൽ മിനുസമുള്ള മൃദുലമായ കയ്യുകൊണ്ട് ഹബീബായ നബി തങ്ങൾ തലോടി. ആ സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നിസ്സഹായകതയുടെ ഒരു നോട്ടമുണ്ട്, അലിവിന്റെ ഒരു നോട്ടമുണ്ട്, കുറ്റബോധത്തിന്റെ ഒരു നോട്ടമുണ്ട്. മൗനാവൃതമായ മുഖത്തു നിന്നും ആ ഇമ വെട്ടുന്ന കൺതടം അല്ലാഹുവിന്റെ ഹബീബിനോട് 1000 വട്ടം മാപ്പ് പറയുന്നുണ്ട്. പുന്നാര നബി തങ്ങൾ ആ പൊന്നുമോനെ സമാശ്വസിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട പിതാവ് ചേർന്ന് നിന്നുകൊണ്ട് കരയുകയാണ്. മരിക്കുമെന്ന് ഉറപ്പായ പൊന്നുമോനോട് പറയുകയാണ്, മുഹമ്മദ് നബിക്ക് നീ വഴിപ്പെട്ടോ മോനെ. ഉള്ളിന്റെ ഉള്ളിൽ ആരോടും വിദ്വേഷമില്ലാത്ത സ്വഭാവം, സമ്പർക്ക മര്യാദ. ഉള്ളിലൊന്ന് വെക്ക, എന്നിട്ട് വേറൊന്ന് പെരുമാറാം. അങ്ങനെ ഒരു പെരുമാറ്റം നമുക്കുണ്ട്. പറ്റൂല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മഹിതമായ ഒരു മാതൃകയാണ്. ആ ഉള്ളില് ഉള്ളതൊക്കെ അങ്ങോട്ട് കളയാ, എന്നിട്ട് സ്നേഹം പ്രകടിപ്പിക്കാം. അതെന്റെ സുന്നത്താ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അത് എന്റെ ജീവിതത്തിന്റെ പ്രതിജ്ഞയാവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെ അവനാണ് സ്നേഹിച്ചത്. അങ്ങനെയുള്ളവനാണ് എന്നെ ഇഷ്ടപ്പെട്ടവൻ, അവൻ എന്റെ കൂടെ സ്വർഗത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്ന എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. എന്നിട്ട് തൃപ്തിയുണ്ടോ? ഒരു തൃപ്തിയില്ല. ഒന്നിനോടും ഒരു തൃപ്തിയില്ല. നമുക്ക് കിട്ടിയ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോ നമുക്കതിൽ തൃപ്തിയില്ല. നമ്മൾ മുകളിലേക്ക് ആലോചിക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ്. അവിടുന്ന് ഒരു ദുആ തന്നെ, പടച്ചോനെ നീ എനിക്ക് തന്നത് ഞാൻ പലതും കണ്ടുകൊണ്ടിരിക്കാം. എന്റെ കുടുംബം, എന്റെ വീട്, എന്റെ വാഹനം, എനിക്ക് നീ തന്ന സൗകര്യങ്ങൾ ഞാൻ ചിന്തിച്ചാൽ എനിക്ക് അതിൽ സന്തോഷം വേണം. ഇതൊരു ദുആ തന്നെയായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സംഘതങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പറയുമായിരുന്നു, 2 കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ രാജാവിനെ പോലെ ഭൂമിയിൽ കഴിയാന്നാ. അത് ഇമാം ഗസാലി പഠിപ്പിച്ചതാണ്. 2 കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭൂമിയിൽ രാജാവിനെ പോലെ കഴിയാം. ഒന്നാമത്തേത്, ഹറാമിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹറാമാണെന്ന തിരിച്ചറിവോടുകൂടെ ഹറാമിനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തേത്, അല്ലാഹ് തന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിയോടുകൂടെ കഴിയാൻ. ഇതെങ്കിൽ ഇത് അൽഹംദുലില്ലാ, അങ്ങനത്തെ ഒരു മനസ്സ് നമ്മെ നന്നാക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാണ്. എപ്പോഴും ദുആ ചെയ്തിരുന്നു. സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ദുആയായിരുന്നു. ഇമാം തുർമുദി ഇവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നാലെ കൂടിയ സ്വഹാബിയല്ലേ. മഹാനവറുകൾ പറയാ, ഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിൻ മജ്ലിസിൻ ഹത്താ യദ്ഉ ബിഹാഉലാഇൽ കലിമാത്ത്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു സദസ്സിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഈ ദുആ ചൊല്ലാതെ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ വിരളമാണ്. ഒരു ദുആ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ വല്ലാതെ ഇടപെട്ട ദുആയാണ്. ആ ദുആ കേട്ടോളൂ. അല്ലാഹുമ്മ
اقسم لنا من خشيتك ما يحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. ഈ ദുആയിലെല്ലാം ഉണ്ട് മുഅ്മിനേ. ഈ ഭൂമിയിൽ വന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ സന്തോഷവും ഈ ദുആയിലുണ്ട്. പുന്നാര നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ഭൂമിയിൽ ജീവിക്കാൻ നീ എനിക്ക് ഓഹരി ചെയ്തു തന്നതുണ്ടല്ലോ റബ്ബേ, നിന്നെ വഴിപ്പെട്ട് കഴിയാൻ, നിന്നെ ഭയന്ന് കഴിയാൻ, നിനക്ക് എതിര് ചെയ്യേണ്ട കാര്യങ്ങൾ എന്റെ മുന്നിൽ വരുമ്പോൾ അത് തിരസ്കരിച്ചുകൊണ്ട് മാറിപ്പോവാൻ ആ രീതിയിലേക്കുള്ളൊരു പ്രാപ്തിയാക്കി അത് തരണേ അല്ലാ. എന്റെ പരിശ്രമങ്ങളെ മുഴുവനും നീ സ്വർഗത്തിനുള്ളതാക്കി തരണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത അവസാനം അവിടുന്ന് അല്ലാഹുവേ എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നത് മുഴുവൻ എനിക്ക് സന്തോഷമുള്ളതാവണം അല്ലാ. എങ്ങനെയാ കാതുകൊണ്ട് കേൾക്കുന്നത് സന്തോഷമാവാ? കാതുകൊണ്ട് കേൾക്കുന്നത് നമ്മെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എങ്കിൽ ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു പെട്ടിയുണ്ട് സഹോദര. പെട്ടിയുടെ പേര് ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം ഒരാൾ പറഞ്ഞു നമ്മെ, നമ്മളത് കേട്ടു, തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ അമല് പോകുമെന്ന ഒരു ഘട്ടമുണ്ട് എങ്കിൽ പ്രതികരിക്കുന്നോടത്ത് മാന്യത പ്രകടിപ്പിക്കേണ്ടോടത്ത് നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി അതങ്ങ് ഉപേക്ഷിക്കുകയാ, കേട്ടതങ്ങ് കളയാ. അതിനു വേണ്ടി നമ്മൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഒരു സമ്പാദ്യമാ അള്ളാന്റെ മാർഗത്തിൽ ഞാൻ സഹിക്കാൻ തയ്യാറാ. ഫീ സബീലില്ലാഹ് എന്ന ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ ഞാൻ കേട്ടത് എന്നെ വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അല്ലാഹുവേ അതിലും എനിക്കൊരു സന്തോഷം തരണേ അല്ലാ. അല്ലാഹുവേ അതിലും നീ എനിക്കൊരു സന്തോഷം തരണേ അല്ലാ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളക്കാരൻ രാജാവാണെന്ന് കരുതാതെ അറിയാതെ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, മഹാനായ ആ സൂഫിയായ മനുഷ്യനെ രൂപവും കോലവും കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട രാജാവാണെന്ന് തിരിച്ചറിയാതെ പട്ടാളക്കാരൻ കയ്യിലുള്ള ചാട്ടവാറ് കൊണ്ട് ഒരൊറ്റ അടി കൊടുക്കുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിത്തടത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ച പട്ടാളക്കാരനെ മറ്റുള്ള പട്ടാളക്കാര് വട്ടമിട്ടുകൊണ്ട് ഉപദേശിച്ചിട്ടത് ആരാണെന്നറിയുമോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ നെറ്റിത്തടത്തിലേക്ക് ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിച്ച് മുറിവുണ്ടാക്കിയ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ ആളറിയാതെ ചെയ്തതിനെ മനസ്സിലാക്കി അല്ലാഹുവോട് ദുആ ചെയ്യാ, പടച്ച റബ്ബേ ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. കൂടെയുള്ളവർ ചോദിച്ചു, എങ്ങനെ കഴിയുന്നു ഇങ്ങനെ ദുആ ചെയ്യാൻ? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രണയം കൊണ്ടാ ഇങ്ങനെ കഴിയാ. ഹബീബായ നബി തങ്ങൾ മനസ്സിന്റെ അകത്തേക്ക് വരുമ്പോഴാ ഇങ്ങനെ കഴിയാ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയാണ്, മുള്ളു തറച്ചതിന്റെ പേരിൽ കാലിനേറ്റ വേദനക്ക് അല്ലാഹു കൂലി തരുമെന്ന് പഠിപ്പിച്ചതാണല്ലോ മുത്തുനബി. എന്നാൽ എന്റെ നെറ്റിത്തടം മുറിഞ്ഞപ്പോൾ അതിലൂടെ വാർന്നൊലിച്ച രക്തത്തിന്റെ തുള്ളികളുടെ കണക്കനുസരിച്ച് അല്ലാഹു എനിക്ക് കൂലി തരുമെങ്കിൽ അതിന് കാരണക്കാരനായ സഹോദരന് സ്വർഗം കൊടുക്കാൻ ഞാൻ എന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ? അങ്ങനെ ഒരു മനസ്സ് കേൾക്കണോടത്ത് നമുക്ക് നല്ല സന്തോഷം. നമ്മുടെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, ആ വെള്ളപ്പൊക്കം വന്നപ്പോ വാർക്കപ്പുറത്ത് കയറി നിൽക്കാം, എന്നിട്ട് വിളിച്ചു പറയാ, എടിയേ അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടോ. നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കയറിക്കൊണ്ടിരിക്കുക. വാർക്കപ്പുറത്തായതുകൊണ്ട് അത് നനവറിഞ്ഞില്ല. നമ്മുടെ സ്വഭാവം അതാ. നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, സങ്കുചിതമായി ചിന്തിക്കുന്നോടത്താ നമ്മളുള്ളത്.
വാശിയും വഴക്കും തീർക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തും. ആ പകയുടെ അതിർവരമ്പുകളൊക്കെ പോയി കുടുംബത്തിന്റെ അകത്ത്, രക്തബന്ധത്തിന്റെ അകത്ത്, എല്ലായിടത്തും ഇവിടെ പക പോക്കാൻ വേണ്ടിയിട്ട് രക്തബന്ധവും കുടുംബബന്ധവും മറന്ന് ആ ഒരു അവസ്ഥയിലേക്ക് ഹൃദയം മലീമസമായോടത്ത് മുഹമ്മദ് നബി അകത്ത് കയറണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ കാതുകൊണ്ട് കേട്ടത് വേദനിപ്പിച്ചതാ, പക്ഷെ അതിലും എനിക്കൊരു സുഖം വേണമല്ല, ഒരു സന്തോഷം കിട്ടണമല്ല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് എന്നെ വേദനിപ്പിക്കുന്നതാ, പക്ഷെ അതിലും നീ എനിക്ക് കൂലി തരാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. എന്റെ ജീവിതത്തിന്റെ അറ്റം വരെ ഇത് വേണം. ആ ഒരു ചിന്ത, ഇതിനല്ലേ പക്വത എന്ന് പറയാ, ഇതിനല്ലേ സഹിഷ്ണുത എന്ന് പറയാ. എല്ലാം പഠിപ്പിച്ചു. ശത്രുവിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് പുലമ്പി നീ അസഭ്യം പറഞ്ഞ് അവനെ കീഴ്പ്പെടുത്തലല്ല നിന്റെ ഏറ്റവും വലിയ പോരാട്ടം. സ്നേഹം കൊണ്ടാ. തിന്മ കാണുന്നോടത്ത് തിന്മ പറയാ. ഒരു നായ നമ്മെ കടിച്ചാൽ ആ നായയെ തിരിച്ച് കടിച്ചിട്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ഈ ഒരു സാമൂഹിക ബോധം. നിന്നെ തെറി പറഞ്ഞവനോട് നീ നല്ലത് പറഞ്ഞു നോക്ക്. വർഗീയത മാത്രം പറഞ്ഞിരുന്ന ഒരു പ്രമുഖൻ ഉണ്ടായിരുന്നു കേരളത്തിൽ. വെള്ളപ്പൊക്കം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലും വെള്ളം കയറി. ആ പ്രമുഖൻ 3 ദിവസം താമസിച്ചത് മലയാള നാട്ടിലെ ഒരു മദ്രസയുടെ 2ാമത്തെ നിലയിലാണ്. അദ്ദേഹം 3 ദിവസം സ്വർഗീയമായ ജീവിതത്തിലായിരുന്നു എന്ന് പറയുകയും പിന്നീട് ഈ സമുദായത്തിന്റെ വിപൽഘട്ടത്തിൽ പലപ്പോഴും ഈ സമുദായത്തിന് അനുകൂലമായി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു. നമ്മുടെ പ്രതികരണം നന്മ കൊണ്ടാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. സ്നേഹിക്കുന്ന കൂട്ടുകാരനാവും, സ്നേഹിക്കുന്ന കൂട്ടുകാരനായി നിന്റെ ശത്രുവരും. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സ്നേഹമുണ്ട്. ഹബീബ് മദീനയിൽ പഠിപ്പിച്ച ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ കൂട്ട് നമുക്ക് കിട്ടിയാൽ, ഹബീബിനോടുള്ള ഒരു സുഹൃത ബാന്ധവം നമ്മുടെ ഹൃദയത്തിനുണ്ടായാൽ, നമ്മുടെ പരിസരത്തിൽ പ്രകാശമാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പരിസരം പ്രകാശമാണെന്ന് പരിശുദ്ധ ഖുർആൻ സദാചാരബോധം പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ മാന്യമായി ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു. ഇല്ലാന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത നാവാ നമ്മുടേത്. എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയാ ആ ഒരു അവസ്ഥയുണ്ട് മുഅ്മിനെ. മനസ്സിന്റെ ഒരു തൃപ്തിയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി